എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ കൊണ്ട് ഒരു ഗ്രേപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേപ്സിൻ്റെ ഒരു കുഞ്ഞൊരു ബോട്ടിൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് നമ്മളിത് എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് വീട്ടിൽ. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ അപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് പെർഫെക്റ്റായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാഞ്ഞത്. ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല എയർ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഒരു ക്ലേ തന്നെയാണിത്. അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അടിഭാഗത്ത് നമ്മളിത് അതുപോലത്തെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുന്തിരി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലത്തെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഫുള്ളും ഒരു മുന്തിരിയുടെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരുവിധമൊക്കെ മുന്തിരിയുടെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്രേപ്സിൻ്റെ കളറ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് ലീഫൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനിത് കുറച്ച് ക്ലേ പരത്തിയെടുത്തിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്ലേയുടെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 3 ലീഫാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. മൂന്ന് ലീഫും നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടപ്പ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു പീസ് ക്ലേ എടുത്തിട്ട് അടപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കുഞ്ഞൊരു പോർഷൻ മുകളിലേക്ക് ഒന്ന് പൊന്തി നിൽക്കുന്ന പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. മുന്തിരിയുടെ കുഞ്ഞൊരു തണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതായി ലീഫ് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ച് നോക്കുക, കറക്റ്റാണ്, നല്ലപോലെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു കുഞ്ഞൊരു പീസ് നമ്മൾ ക്ലേയുടെ കഷ്ണം എടുത്തിട്ട് ഇതുപോലത്തെ ഒരു മുന്തിരിക്കൊരു വള്ളി ഉണ്ടാവില്ലേ, ആ വള്ളി പോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ലീഫിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളർ അക്രിലിക് പെയിൻ്റാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിന് വാർണിഷും കൂടെ അടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നല്ലൊരു ഗ്ലേസിങ്ങും നമുക്ക് ഈ പെയിൻറ്റ് ഒരിക്കലും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും, പെയിൻ്റല്ല നമ്മുടെ ഈ ക്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തത് കാരണം എല്ലാം കൊണ്ട് നമുക്ക് എപ്പോഴും ഏത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് വാർണിഷ് അടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് വാർണിഷ് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മളെ ഫുള്ളായിട്ട് നമ്മുടെ ഗ്രേപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഗ്രേപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൽ എന്തെങ്കിലും കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.